വിദ്യാഭ്യാസ സംവിധാനങ്ങളും ബസ് അറബിക് കോളേജ് സംവിധാനങ്ങളുമൊക്കെ മതപരമായ സംസ്കാരവും ബോധവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയുന്ന തലത്തിലേക്ക് ഈ സമൂഹത്തെ വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇങ്ങനെ കേരളത്തിൽ ആയിരക്കണക്കിന് മഹല്ലുകളും ദർസുകളും അറബിക് കോളേജുകളും മദ്രസകളും സംവിധാനങ്ങളുമായി സംഘടന മുന്നോട്ടു പോകുമ്പോൾ തന്നെ വിശ്വാസപരമായി ഈ സമൂഹത്തിന് വെല്ലുവിളികൾ നേരിടുന്ന പല ഘട്ടങ്ങളിലും ഈ സംഘടന അതിന്റേതായ പങ്കുവഹിച്ചതായി ചരിത്രത്തിൽ പരതിയാൽ നമുക്കൊക്കെ കണ്ടെത്താൻ സാധിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ പണ്ഡിത പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ രൂപം കൊണ്ട ഒരു സംഘടനയാണ്. ഈ മുസ്ലിം സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഭരണകൂടമോ ഭൗതികമായ സാമ്പത്തിക സംവിധാനങ്ങളോ ഒന്നുമില്ലാത്ത കാലത്ത് തന്നെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കു വേണ്ടി പണ്ഡിതന്മാർ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് അവരുടെ അവകാശം സംരക്ഷിക്കുവാനും അവരെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ആവശ്യമായ പരിശ്രമം നടത്തേണ്ട കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്നെല്ലാം രാജ്യത്ത് മുസ്ലിംകൾ അവർക്ക് മുന്നോട്ടു പോകാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി വിവിധ മാർഗങ്ങൾ തേടിക്കൊണ്ട് മുന്നോട്ടു പോകാനും അതിന് നേതൃത്വം കൊടുക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് മുൻപന്തിയിലുണ്ടായിരുന്നത്. നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് മലബാർ പോലെയുള്ള നമ്മുടെ പ്രദേശങ്ങളിൽ ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങളിൽ പോലും മുസ്ലിംകൾ സഹകരിക്കാതെ മാറി നിൽക്കുകയും ഇവിടുത്തെ പരമ്പരാഗതമായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും എന്തു പറയുന്നുവോ അത് അനുസരിച്ചുകൊണ്ട് മാത്രം അവിടെ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിച്ചിരുന്നൊരു കാലം. അപ്പോഴാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ തിരിച്ചറിഞ്ഞത് മലബാറിലെ മുസ്ലിംകളെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ കൂടി പങ്കാളികളാക്കണമെങ്കിൽ കേവലം അത്തരം ദേശീയ നേതാക്കന്മാരുടെ മാത്രം ആഹ്വാനം കൊണ്ടായില്ല. ഇവിടെ മുസ്ലിങ്ങളെ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇവിടുത്തെ പരമ്പരാഗതമായ പണ്ഡിതന്മാരും സാദാത്യങ്ങളും അവർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ആഹ്വാനം ചെയ്യാനും അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു തലത്തിലേക്ക് മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ പോലും കടന്നു വന്നാലേ മുസ്ലിങ്ങളെ ആ വിഷയത്തിലേക്ക് ആത്മാർത്ഥമായി സഹകരിപ്പിക്കാൻ കഴിയും എന്നാണ് തിരിച്ചറിയാൻ സാധിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് ഇന്ന് സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുടെയും അധിനിവേശ വിരുദ്ധ സമരങ്ങളുടെയും ഒക്കെ പേരിൽ പുതിയ പുതിയ പ്രസ്ഥാനങ്ങളും ക്യാമ്പയിനുകളും ഒക്കെ രംഗത്ത് വരുമ്പോഴും സത്യത്തിൽ അത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ തുടക്കം കുറിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് അതിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. 1920 ഓഗസ്റ്റ് മാസത്തിൽ നമ്മുടെ മലയാളക്കരയിൽ ആദ്യമായി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൗലാന ഷൗക്കത്തിൽ മഹാത്മാഗാന്ധിജിയിൽ കടന്നു വന്നപ്പോ അവരാദ്യമായി കോഴിക്കോട് കടപ്പുറത്ത് ഖിലാഫത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു. മലബാർ കണ്ട ഏറ്റവും വലിയ ഖിലാഫത്ത് സമ്മേളനം കോഴിക്കോട്ട് നടക്കുമ്പോ ആ സമ്മേളനത്തിന്റെ സംഘാടകരായി പ്രമുഖരായ 2 പണ്ഡിതന്മാരുണ്ടായിരുന്നു. അതൊന്ന് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരും മറ്റൊന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുമായിരുന്നു. രണ്ടുപേരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകാലത്തെ പ്രമുഖരായ നേതാക്കളും പണ്ഡിതരുമായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അതിന്റെ സംഭാവനയെക്കുറിച്ച് പരിശോധിക്കണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ രൂപം കൊടുക്കുന്നതിൽ നിശ്ചയമായ പങ്കുവഹിച്ച ഈ സംഘടനയുടെ ആദ്യത്തെ അധ്യക്ഷനായിരുന്ന മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ഇവിടുത്തെ ബ്രിട്ടീഷുകാർ ചിന്തിച്ചു, വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറഞ്ഞാൽ മലബാറിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ആദരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വലിയ നേതാവാണ്. ആ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബ്രിട്ടീഷ് അനുകൂലിയില്ല. പക്ഷേ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ബ്രിട്ടീഷ് അനുകൂലിയാക്കിയാൽ മാത്രമേ മലബാറിലെ ജനങ്ങളുടെ വികാരത്തെ ബ്രിട്ടീഷുകാർക്ക് എതിരാക്കാതെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും വരക്കൽ മുല്ലക്കോയ തങ്ങളെ ബ്രിട്ടീഷ് അനുകൂലിയാക്കണം.
ഒരിക്കൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 ഉദ്യോഗസ്ഥർ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ വീട്ടുപടിക്കലെത്തി. എന്നിട്ട് അവർ പരിചയപ്പെടുത്തി, ഞങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതിനിധികളാണ്, ഞങ്ങൾ വന്നിട്ടുള്ളത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിങ്ങൾക്ക് ഖാൻ ബഹദൂർ എന്നൊരു പദവി നൽകി ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരക്കൽ മുല്ലക്കോയത്തങ്ങളോട് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതിനിധികളായി വന്നുകൊണ്ട് 2 പേർ പറയുന്നു, നിങ്ങൾക്ക് ഖാൻ ബഹദൂർ പദവി നൽകി ആദരിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനം അറിയിക്കാൻ വേണ്ടി, സന്തോഷപൂർവ്വം അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോ വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ മറുപടി പറഞ്ഞു, നിങ്ങൾ വെച്ചു നിൽക്കുന്ന ഖാൻ ബഹദൂർ പദവി എനിക്ക് ആവശ്യമില്ല. മാത്രമല്ല, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് മുസ്ലിംകളുടെ മാത്രമല്ല ഈ രാജ്യത്തെ അധിനിവേശ വിരുദ്ധ സമരത്തിന്റെ പാരമ്പര്യം, അത് ഈ രാജ്യത്തെ ആദ്യത്തെ ലിഖിത ചരിത്ര ഗ്രന്ഥമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ആ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം മലബാറിലെ കളക്ടറായ വില്യം ലോഗിന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു കൊടുത്ത ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അധിനിവേശ വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുത്ത ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന വിശുദ്ധമായ ആ ചരിത്ര ഗ്രന്ഥം വില്യം ലോഗിന് തർജ്ജമ ചെയ്തു കൊടുത്തുകൊണ്ട് ഇവിടുത്തെ അധിനിവേശ വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങളുടെ കളക്ടർക്ക് അത് പഠിപ്പിച്ചു കൊടുത്തയാളാണ് ഞാൻ. അതുകൊണ്ട് എന്നെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖാൻ ബഹദൂർ പദവി തിരസ്കരിച്ചയാളാണ് സമസ്ത കേരളീയത്തിലുമയുടെ ആദ്യത്തെ അധ്യക്ഷനായ മഹാനായ ശ്രീ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ. കോഴിക്കോട്ടെ ഖിലാഫത്ത് സമ്മേളനം കഴിഞ്ഞപ്പോഴാണ് തമിഴ്നാട്ടിൽ ഈറോഡിലെ ഖിലാഫത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെ പണ്ഡിതന്മാരുടെ പ്രതിനിധികൾ വേണമെന്ന് അവിടുത്തെ സമ്മേളനത്തിന്റെ സംഘാടകർ ആവശ്യപ്പെട്ടപ്പോ ഈറോഡിലെ ഖിലാഫത്ത് സമ്മേളനത്തിന്റെ ആ സമ്മേളനത്തിലേക്ക് കേരളത്തിലെ പണ്ഡിതന്മാരുടെ പ്രതിനിധി സംഘത്തിന് നേതൃത്വം കൊടുത്തത് പിൽക്കാലത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ രൂപവൽക്കരണത്തിൽ നിർണായകമായ പങ്കാളിത്തം വഹിച്ച മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാരായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇവിടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം പോലും ലഭ്യമാകുന്നതിന് മുമ്പ് ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഒരു അധിനിവേശ സർക്കാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് തന്നെ ഈ രാജ്യത്തെ മതവും രാഷ്ട്രീയവും വിദ്യാഭ്യാസവും സംസ്കാരവും എല്ലാം മുസ്ലിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും അതിന് സുവ്യക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ നയിച്ച പാരമ്പര്യമാണ് സമസ്ത കേരള ജമീയത്തിൽ നമുക്കുള്ളത്. എന്നാൽ മറ്റു പല മതസംഘടനകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അക്കാലത്ത് ഒരുപക്ഷെ ബ്രിട്ടീഷ് പക്ഷപാതികളായി പെരുമാറി, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളെയും പ്രലോഭനങ്ങളെയും ഭയന്നുകൊണ്ട് ഒളിച്ചോടിപ്പോകാനും മറ്റൊരു ചില പ്രദേശങ്ങളിൽ ഒളിവിൽ താമസിക്കാനും ഒരുപക്ഷെ ആ സാമ്രാജ്യത്വ ശക്തികൾ വെച്ചു നീട്ടിയിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സ്വന്തം സമുദായത്തിനകത്ത് തന്നെ പുതിയ ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പിൽക്കാല ചരിത്രം പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കടന്നു വന്നപ്പോ ആ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കൊണ്ടുവന്ന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ലോകത്ത് ഇസ്ലാമിന്റെ നവോത്ഥാന നായകന്മാർ എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി, റഷീദ് മുഹമ്മദ് അബ്ദു പോലെയുള്ള ആളുകൾ അവരെ ഇസ്ലാമിന്റെ നവോത്ഥാന നായകന്മാർ എന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത്. ആ ആളുകൾക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് അവരിവിടെ ചില അസ്തുക്കളുടെ അജണ്ടകൾ മുസ്ലിം സമുദായത്തിനകത്ത് പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായി ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അന്ന് കേരളത്തിലെ പരമ്പരാഗതമായ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് സാമ്രാജ്യത്വ അജണ്ടയാണ്, ഇത് ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ട് നടക്കുന്ന അജണ്ടയാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ ആത്മീയതയെ സജ്ജീകരിക്കാൻ വേണ്ടി ഈ സമുദായത്തിന്റെ ഇടയിൽ ആത്മീയമായിട്ടുള്ള ഒരു നവജാഗരണം ഉണ്ടാകുന്നതിന് വേണ്ടിയും ആത്മീയമായ ശക്തി നിലനിർത്തുന്നതിനു വേണ്ടിയും പരമ്പരാഗതമായ പണ്ഡിതന്മാർ ഒട്ടേറെ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ ഭക്താദ്രാത്രികളിലൂടെ മാനമൗലികളിലൂടെ ഈ സമുദായത്തിനകത്ത് നന്മ നിറഞ്ഞ ഒട്ടേറെ സുഹൃത്തുക്കളെ പഠിപ്പിക്കുവാനും ആ വഴികളിലൂടെ ജീവിക്കാൻ ആവശ്യമായുള്ള പരിശീലനങ്ങൾ ലഭ്യമാക്കുവാനും ആത്മീയമായ ശിക്ഷണം ലഭ്യമായിക്കൊണ്ട് അന്തസ്സോട് മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ആ സമുദായത്തിനകത്ത് ആ പരിഷ്കരണവാദം കൊണ്ടുവന്നുകൊണ്ട് പുതിയ ചില വാദങ്ങൾ ഉന്നയിക്കുവാനും അക്കാലം അത്രയും മുസ്ലിം സമൂഹത്തിന് കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള പുതിയ ചില വാദങ്ങൾ സമുദായത്തിനകത്ത് നവോത്ഥാന പ്രസ്ഥാനം എന്ന പേരിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ അക്കാലത്ത് തന്നെ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു, പരമ്പരാഗതമായ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിന്റെ പിന്നിൽ പാശ്ചാത്യ ശക്തികളാണുള്ളത്, ഇതിന്റെ പിന്നിൽ ബ്രിട്ടീഷുകാരാണുള്ളത്, ഇതിന്റെ പിന്നിൽ ആഗോളതലത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയതയെ സജ്ജീകരിക്കാൻ വേണ്ടി ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളാണുള്ളത്.
എന്ന കാലത്ത് ചൂണ്ടിക്കാണിച്ചപ്പോ അന്ന് ഇവിടുത്തെ ഈ വിജയ് പ്രസ്ഥാനക്കാർ, ഈ നവോത്ഥാന പ്രസ്ഥാനക്കാർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു, ഈ മുസ്ലിംമാർക്ക് ലോകം തിരിയില്ല, അവർക്ക് ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ പുതിയ തരംഗങ്ങളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, ഇസ്ലാമിക സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നവോത്ഥാന പ്രക്രിയയെക്കുറിച്ച് ഇവർക്ക് യാതൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ തുടർന്ന് നമ്മുടെ പണ്ഡിതന്മാർ ആവർത്തിച്ച് പറഞ്ഞിരുന്നു, ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് റളിയും മുഹമ്മദ് അബ്ദുമൊക്കെ പാശ്ചാത്യൻ ചാരന്മാർ തന്നെയാണ്. അവർ മുസ്ലിം സമൂഹത്തിനകത്ത് പുതിയ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പുതിയ ഗ്രൂപ്പുകളുണ്ടാക്കി ഈ സമുദായത്തെ ആദർശപരമായി ആത്മീയമായി ശാന്തീകരിക്കാനാണ് ഇവിടെ ലക്ഷ്യമെന്ന് പ്രചരിപ്പിച്ചപ്പോഴൊക്കെ അതിനെ പരിഹാസ്യപൂർവ്വം തള്ളിക്കളയാനാണ് ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനക്കാർ എന്ന പേരിൽ രംഗത്ത് വന്ന ഈ വിജയ് പ്രസ്ഥാനക്കാരൊക്കെ ശ്രമിച്ചത്. പക്ഷേ പിൽക്കാലത്ത് 2002 കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പിറന്നപ്പോ ഗൾഫ് സലഫിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MI മുഹമ്മദ് സുല്ലമി ഒരു പുസ്തകം രചിച്ചു. ആ പുസ്തകത്തിന്റെ 24-25 പേജുകളിൽ വളരെ കൃത്യമായി അദ്ദേഹം എഴുതി വെച്ചു, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്ത കേരള ജമാഅത്തിലൂടെയും പരമ്പരാഗതമായ കേരള മുസ്ലിം പണ്ഡിതന്മാരും ആരോപിച്ചിരുന്ന ആരോപണങ്ങൾ ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു, ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് റളിയും മുഹമ്മദ് അബ്ദുമൊക്കെ പാശ്ചാത്യൻ ചാരന്മാരായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന സാഹചര്യമുണ്ടായി. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ കടന്നു വന്നു. ജമാഅത്തെ ഇസ്ലാം ശുദ്ധമായ തൗഹീദിനും ഇസ്ലാമിക ദർശനങ്ങൾക്കുമൊക്കെ പുതിയ ചില രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഇന്ത്യയെ പോലെ ഒരു ബഹുമത സമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാൻ പാടില്ലാത്ത അപകടകരമായ ആത്മഹത്യാപരമായ ചില വാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൽ ബഹുമത സമൂഹത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടത്തിയത്. അന്ന് തന്നെ സമസ്ത കേരള ജമിയത്തുൽമയുടെ ആദരണീയരായ പണ്ഡിതന്മാർ, മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പോലെയുള്ള പണ്ഡിതന്മാർ തുറന്നു പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അത് മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഈ രാജ്യത്ത് ജനാധിപത്യത്തെ അംഗീകരിക്കാൻ പാടില്ല, മതേതരത്വത്തെ അംഗീകരിക്കാൻ പാടില്ല, ജുഡീഷ്യറി അംഗീകരിക്കാൻ പാടില്ല, സർക്കാർ കലാലയങ്ങൾ അടിക്കാൻ പാടില്ല, സർക്കാർ കലാലയങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല, ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരുന്ന സർക്കാരുകൾ അത് താഗൂത്തിന്റെ ഭരണകൂടമാണ്, പൈശാചിക ഭരണകൂടമാണ്, ആ ഭരണകൂടത്തെ അംഗീകരിക്കൽ ശിർക്കാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പ്രചരിപ്പിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുന്നത് പോലും ശിർക്കാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അക്കാലത്താണ് സമസ്ത കേരള ജമിയത്തിന് പറഞ്ഞത് ഇത് മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന്. അന്ന് പല ആളുകൾ പറഞ്ഞു, ഈ മുസ്ലിയാക്കന്മാർക്ക് രാഷ്ട്രീയവും അറിയില്ല, മതവും അറിയില്ല, അവർക്ക് ജനാധിപത്യം അറിയില്ല, അവർക്ക് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും അറിയില്ല. കാരണം ഇങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വോട്ട് രേഖപ്പെടുന്നതും അങ്ങനെ അധികാരത്തിൽ വരുന്നതുമൊക്കെ ശിർക്കാണ്, മതപരമായി നിഷിദ്ധമാണ് എന്ന് മതത്തിന്റെ പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയെക്കുറിച്ച് ഇത് മതത്തിന്റെ കുപ്പായമണിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ആരോപിക്കുന്നത് ഇവർക്ക് യാതൊരു ബോധവുമില്ലാത്തതുകൊണ്ടാണ് എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കന്മാർ സമസ്ത കേരള ജമിയത്തുലമയെക്കുറിച്ചും ഇവിടുത്തെ പരമ്പരാഗതമായ പണ്ഡിതന്മാരെക്കുറിച്ചും ആക്ഷേപിച്ചിരുന്നു. ഇന്നെവിടെ എത്തി? ഇന്ന് ആ ജമാഅത്തെ ഇസ്ലാമി തന്നെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നു. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവർ മുസ്ലിം ചെറുപ്പക്കാർക്ക് സർക്കാർ സർവീസിൽ ഉദ്യോഗം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം തുടങ്ങാനിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, മതത്തിന്റെ ലേബൽ രംഗപ്രവേശനം ചെയ്തിട്ടുള്ള ഏത് സംഘടനകളും ആ സംഘടനകളെല്ലാം രംഗത്ത് വന്ന കാലത്ത് അതിന്റെ നേരം നിറയും കൃത്യമായി പരിശോധിച്ചുകൊണ്ട്, സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ അതിനെക്കുറിച്ച് കൃത്യമായി കേരളത്തെ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം സമസ്ത കേരള ജമിയത്തുലമ നിർവഹിച്ചതുകൊണ്ടാണ് ഇന്നും കേരളത്തിൽ ആയിരക്കണക്കിന് മഹല്ലുകളിലൂടെ, ദർസുകളിലൂടെ, അറബി കോളേജുകളിലൂടെ, മദ്രസകളിലൂടെ, അത്തരത്തിലുള്ള വിദ്യാഭ്യാസ ദഅവ സംരംഭങ്ങളിലൂടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനകത്ത് വിശ്വാസം നേടിയെടുത്തുകൊണ്ട്, ജനകീയമായ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്ത് ഈ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ തന്നെ വിശ്വാസപരമായി ഇസ്ലാമിക അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഏതെല്ലാം പുതിയ സാഹചര്യങ്ങൾ കടന്നു വരുന്നുണ്ടോ അവിടെയെല്ലാം വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട്, വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാനും അതിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ആവശ്യമായ വ്യവസ്ഥാപിതമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും സമസ്ത കേരള ജമിയത്തുലമ മുന്നോട്ട് വന്നതായിട്ട് ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. 1980 ഷബാനുബീഗ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദമുണ്ടായത്.
ആ വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഒരു കോടതി വിധിയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കണം, ഇസ്ലാമിക ശരീഅത്ത് ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സംഘപരിവാർ ശക്തികളും നിരീശ്വരവിരുദ്ധ പ്രസ്ഥാനക്കാരും ഒക്കെ ഒരുമിച്ചതുകൊണ്ട് ഇവിടെ രൂക്ഷമായ ബോധവൽക്കരണം നടത്തി ഇസ്ലാമിക ശരീഅത്തിനെതിരായിക്കൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള ശരീഅത്ത് വിരുദ്ധ ക്യാമ്പയിനുകൾ രാജ്യത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയിൽ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ യോഗം ചേരുന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രമുഖരായ മുസ്ലിം നേതാക്കന്മാർ അവിടെ ചർച്ച ചെയ്തുകൊണ്ട് അവർ തീരുമാനമെടുത്തു, ഇത് മുസ്ലിം സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഭയാനകരമായ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെങ്കിൽ നമ്മുടെ രാജ്യത്തുടനീളം ശരീഅത്ത് സംരക്ഷണ സമ്മേളനം നടക്കണം, അതുമായി ബന്ധപ്പെട്ട സമരപരിപാടികൾ നടക്കണം. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും ഈ സമരങ്ങൾ ഏറ്റവും വലിയ ജനകീയ സ്വഭാവത്തോടുകൂടി ജനകീയമായ കൂട്ടായ്മയോടുകൂടി മുസ്ലിം സമൂഹത്തിന്റെ ശക്തമായ മുന്നേറ്റമായിട്ട് നടക്കണമെങ്കിൽ അത് കേരളത്തിൽ നിന്ന് ആരംഭിക്കണം. ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡിന്റെ തിരിച്ചറിവനുസരിച്ചുകൊണ്ട് പേഴ്സണൽ ബോർഡ് തീരുമാനിച്ചു കേരളത്തിലെ പ്രമുഖരായ 2 മുസ്ലിം നേതാക്കന്മാരെ പോയി കാണണം. അവരടുത്ത് പോയിക്കൊണ്ട് ഈ വിഷയങ്ങൾ അവരെ ധരിപ്പിക്കണം. അങ്ങനെ അവരോട് ഈ മൂവ്മെന്റിന്, ഈ സമരങ്ങൾക്ക്, ഈ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആവശ്യപ്പെടണം. അന്ന് പേഴ്സണൽ ബോർഡിന്റെ മെമ്പറായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സാഹിബിനോട് പേഴ്സണൽ ബോർഡിന്റെ അധ്യക്ഷനായിരുന്ന അബുൽ ഹസൻ അലി നദ്വിയെ പോലെയുള്ള നേതാക്കന്മാർ ആവശ്യപ്പെട്ടു, നിങ്ങൾ കേരളത്തിൽ പോകണം, കേരളത്തിലെ മുസ്ലിംകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രമുഖരായ 2 നേതാക്കളുണ്ട്, അവരെ പോയി കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരോട് സമരത്തിന് മുന്നിട്ടിറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടണം. പേഴ്സണൽ ബോർഡിന്റെ തീരുമാനപ്രകാരം ഇബ്രാഹിം സുലൈമാൻ സാഹിബ് കേരളത്തിലിരുന്നു. ആദ്യം പേഴ്സണൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് 2 നേതാക്കളെയാണ്. ഒന്ന് പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, 2 മഹാനായ ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു അവരുടെ പരലോകത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ 2 പേരുടെ അടുത്ത് കാര്യങ്ങൾ വന്ന് ബോധ്യപ്പെടുത്തി നിങ്ങൾ കേരളത്തിൽ നിന്ന് ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് കേരളത്തിലെ മുഴുവൻ മതസംഘടനകളെയും ഒരുമിച്ചെത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് മഹാനായ ശംസുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള നീക്കമുണ്ടായത്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ സമസ്ത കേരളീയത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഈ വിഷയത്തിൽ കേവലം സംഘടനാ താൽപര്യങ്ങളെക്കാളപ്പുറം ഉമ്മത്തിന്റെ താൽപര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അക്കാലമത്രയും കേരളത്തിലെ മതസംഘടനകൾക്കിടയിലുള്ള സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി വരുന്നിടത്ത് മുജാഹിദുകാരൻ വരില്ല, മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിക്കാരനും വരുന്നിടത്ത് സുന്നികൾ വരില്ല, സുന്നികളും ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദുകാരനും ഒരുമിച്ചിരിക്കുന്നിടത്ത് തബ്ലീഗുകാരന് പ്രയാസം. അങ്ങനെ മതസംഘടനകൾ തമ്മിൽ ആരോഗ്യകരമായ പരസ്പരം കിടമത്സരം നടക്കുകയും പരസ്പരം സംവാദങ്ങളും വെല്ലുവിളികളും ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാലം. ഇന്നും പരസ്പര സംവാദങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, ആദർശപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ആ ആദർശപരമായ അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുക എന്നൊരു ചുറ്റുപാട് അക്കാലത്തെയും കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് മുസ്ലിം സമൂഹം എത്തിയപ്പോൾ മഹാനായ ശംസുൽ ഉലമ കേരളത്തിലെ മതസംഘടനാ നേതൃത്വത്തിന് മുമ്പിൽ ഒരു ഫോർമുല അവതരിപ്പിച്ചു. ശംസുൽ പറഞ്ഞു, ഇസ്ലാമിക ശരീഅത്ത് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിക ശരീഅത്ത് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഫോർമുല പറഞ്ഞു. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് ചിത്രം വരയ്ക്കാനുള്ളൊരു ചുമരാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് ചിത്രം വരയ്ക്കാനുള്ള ചുമരാണ് എന്ന് സങ്കല്പിക്കുക. ആ ചുമരിൽ ആര് ചിത്രം വരയ്ക്കണം, എങ്ങനെ ചിത്രം വരയ്ക്കണം എന്ന കാര്യത്തിലാണ് നമ്മൾ മതസംഘടനകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിലെങ്ങനെ ചിത്രം വരയ്ക്കണമെന്ന കാര്യത്തിലാണ് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈ അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ, ആര് ചിത്രം വരയ്ക്കണമെന്ന അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കെല്ലാം ചിത്രം വരയ്ക്കാൻ ആ ചുമര് സംരക്ഷിക്കുക എന്ന കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് കേരളത്തിലെ മുസ്ലിം മതസംഘടനാ നേതൃത്വത്തോടുള്ള ശംസുൽ ഉലമയുടെ ആഹ്വാനമാണ് എല്ലാ മതസംഘടനകളെയും കോഴിക്കോട് മുതൽക്കുളം മൈതാനിൽ നടന്ന ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിൽ ഒരുമിച്ചിരുത്താൻ പ്രേരകമായത്. നിങ്ങൾ ആലോചിക്കണം, ആ കാലത്താണ് മഹാനായ ശംസുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നീക്കത്തിനെതിരെ സമസ്ത കേരളീയത്തിലുമൊക്കെ അകത്തുനിന്ന് തന്നെ ചില അഭിശബ്ദങ്ങളുണ്ടായി. ചില ആളുകൾ പറഞ്ഞു, അങ്ങനെ ശംസുൽ ഉലമ ആ ബിദഈ പ്രസ്ഥാനക്കാരുടെ കൂടെ പോയി ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദർശം ചോർന്നു പോകും, സുന്നത്ത് ജമാഅത്തിന്റെ വീര്യം ചോർന്നു പോകും. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടമാണെങ്കിൽ പോലും അങ്ങനെ ബിദഈ പ്രസ്ഥാനങ്ങളോടുകൂടി ഒരുമിച്ചിരിക്കാൻ പാടില്ല, അത് നമ്മുടെ ആദർശത്തിൽ ചോർച്ച സംഭവിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, സ്വന്തം സംഘടനക്കകത്ത് നിന്നാണ് വിയോജിപ്പുകൾ വരുന്നത്. ശംസുൽ ഉലമക്ക് വേണമെങ്കിൽ സംഘടനാ താൽപര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണെങ്കിൽ ശംസുൽ ഉലമക്ക് പറയാമായിരുന്നു. എന്താണ്? ബഹുമാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അടുത്ത് പോയിട്ട് സ്വകാര്യമായിട്ട് പറയാം, സംഗതി ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ തന്നെയാണ്,
പക്ഷേ എല്ലാ മതസംഘടനകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്റെ സംഘടനയിൽ തന്നെ ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ പിന്തുണക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സൈലന്റ് ആകും. തൽക്കാലം തങ്ങളിതിന് നേതൃത്വം കൊടുത്തോ, ഞാൻ പരസ്യമായി ഈ ഒരു സമരത്തിനില്ല എന്ന് സംഘടനാ താൽപര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശംസുൽമക്ക് പറയാമായിരുന്നു. മഹാനായ ശംസുൽമന്ന് സ്വീകരിച്ച നിലപാട് ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയം സംഘടന താൽപര്യത്തെക്കാൾ പ്രധാനം ഉമ്മത്തിന്റെ താൽപര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ ഉമ്മത്തിന്റെ താൽപര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോ അതിന്റെ പേരിൽ സംഘടനയിൽ നിന്ന് ആര് പുറത്തു പോകുന്നോ, ആര് കടന്നു വരുന്നോ എന്നതിനേക്കാൾ പ്രധാനം ഇസ്ലാമിക ശരീഅത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന തിരിച്ചറിവാണ് മഹാനായ ശംസുലുലമ അത്തരത്തിലുള്ള അപശബ്ദങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് ആ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തത്. ആദർശത്തിന് ചോർച്ച സംഭവിക്കും എന്ന് പറഞ്ഞിരുന്ന ആളുകൾ മഹാനായ ശംസുലുലമ അന്ന് നേടിയെടുത്ത വിജയത്തിന്റെ ഫലം ഇന്നും നമ്മൾ അത്രത്തോളം ദീർഘവീക്ഷണത്തോടുകൂടിയാണ് മദ്ഹബിൽ അംഗീകരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിക്കാരനെയും മുജാഹിദുകാരനെയും തബ്ലീഗ് ജമാഅത്തുകാരനെയും അതേപോലെയുള്ള ബിദഈ പ്രസ്ഥാനക്കാരനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട ആ ഒരു മുസ്ലിം വനിതാ സംരക്ഷണ നിയമം ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസാക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും വിജയം വരിക്കാനും കഴിഞ്ഞു വരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് നേടിയെടുത്ത വിവാഹ മുസ്ലിം വനിതകളുടെ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ മുനിസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ ഏതെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിൽ വിധി തീർപ്പാക്കപ്പെടുന്നതിന് മുമ്പ് നാലാലൊരു മദ്ഹബ് പ്രകാരമല്ലാതെ ആ കോടതിയിൽ നിന്ന് തീർപ്പ് ലഭിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മദ്ഹബ് അനുസരിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണമാണ് ഇന്ത്യ രാജ്യത്ത് നടന്നത്. ആദർശത്തിന്റെ ശംസുലുലമയുടെ ആദർശം ചോർന്നു പോയില്ല എന്ന് മാത്രമല്ല, കൂടെയുള്ള ആളുകളുടെ ആദർശം പോലും ചോർത്തിക്കളഞ്ഞുകൊണ്ടാണ് ഈ മുസ്ലിം വനിതാ സംരക്ഷണ നിയമം പാസാക്കപ്പെടുന്ന വിപ്ലവകരമായ തീരുമാനങ്ങളിലേക്ക് ഈ രാജ്യത്തെ നിയമനിർമ്മാണ സഭകൾ പോലും എത്തിക്കുന്നതിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവായിരുന്ന പണ്ഡിതനായിരുന്ന ശംസുലുലമയുടെ നേതൃത്വത്തിലുള്ള ആ പ്രക്ഷോഭം വിജയം വരിച്ചത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇതുപോലെയുള്ള സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെടാറുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ വിഷയത്തിൽ ഇടപെടുമ്പോൾ ആര് കൂടെ നിൽക്കുന്നോ കൂടെ നിൽക്കുന്നില്ലേ എന്നതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. കാരണം ഇത് ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്, സമാനമായ പ്രശ്നമാണ്. ഏതാനും ആഴ്ചകളായി മാസങ്ങളായി നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയവും വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ ഗൗരവത്തോടുകൂടി വിഷയത്തിൽ ഇടപെടാനുള്ള കാരണം അത് ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നതുകൊണ്ടാണ്. ഇവിടെ ശൈശവിവാഹ നിരോധന നിയമം വന്നു. 2006 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ശൈശവിവാഹ നിരോധന നിയമത്തോടുകൂടിയല്ല ഇവിടെ ഒരു ശൈശവിവാഹത്തെക്കുറിച്ചുള്ള ചർച്ച വരുന്നത്. നമ്മുടെ രാജ്യം പോലും സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് 1929 നമ്മുടെ രാജ്യത്ത് ശാരദ ആക്ട് പ്രകാരം ശൈശവിവാഹ നിയന്ത്രണ നിയമമുണ്ട്. ഈ ശാരദ ആക്ട് പ്രകാരം ശൈശവിവാഹ നിയന്ത്രണ നിയമമുണ്ട്. അന്ന് 12 വയസ്സും 14 വയസ്സൊക്കെയാണ്. അതിനുശേഷം 1948 ആ നിയമം ഭേദഗതി ചെയ്തു. വീണ്ടും 1960കളിലും 70കളിലും നിയമം ഭേദഗതി ചെയ്തു. അങ്ങനെ മുൻകാല നിയമങ്ങളെല്ലാം റദ്ദു ചെയ്തുകൊണ്ട് 2006 ഇന്ത്യൻ പാർലമെന്റിൽ ശൈശവിവാഹ നിരോധന നിയമം നിലവിൽ വന്നു. ആ ശൈശവിവാഹ നിരോധന നിയമം നിലവിൽ വരുമ്പോ അതിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരനും എല്ലാ പൗരന്മാർക്കും ബാധകമായ ഒരു വിവാഹപ്രായം നമ്മുടെ രാജ്യത്തില്ല. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ബാധകമായ ഒരു വിവാഹപ്രായമില്ല. ഇവിടെ 1955 ഹിന്ദു വിവാഹ നിയമത്തിൽ മാത്രമാണ് പെൺകുട്ടിയുടെ വിവാഹപ്രായം 18 പുരുഷന്റെ വിവാഹപ്രായം 21 എന്ന് ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ വിവാഹം കഴിക്കാതിരിക്കാനുള്ള പ്രായപരിധിയാണ് 2006 ശൈശവിവാഹ നിരോധനത്തിലൂടെ നിലവിൽ വന്നത്. ആ ശൈശവിവാഹ നിരോധന നിയമമോ അത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ബാധകമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ നിയമം അനുസരിച്ചുകൊണ്ട് 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചാൽ, 21 വയസ്സിന് താഴെയുള്ള ഒരു വിവാഹം കഴിച്ചാൽ അത് ശൈശവിവാഹ നിരോധന നിയമത്തെ ലംഘിക്കലാണ്. അങ്ങനെ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച പണ്ഡിതൻ, വിവാഹം കഴിച്ചു കൊടുത്ത രക്ഷിതാവ്, അത് അത്തരത്തിലുള്ള പ്രായപരിധിക്ക് താഴെയുള്ള വിവാഹമാണെന്ന അറിവോടുകൂടി ആ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത, അവിടെ പോയി ചായ കുടിച്ച, അവിടെ പോയി ബിരിയാണി കഴിച്ച, അവിടെ ആ സൽക്കാരത്തിൽ പങ്കെടുത്ത ബന്ധുമിത്രാദികളും കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും ഉൾപ്പെടെ
2 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും കോടതിയിൽ ഒടുക്കാവുന്ന രീതിയിലുള്ള ശിക്ഷ ഏറ്റുവാങ്ങാവുന്ന നിയമത്തിന് മുമ്പിൽ കുറ്റവാളിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2006 ഇങ്ങനൊരു നിയമം വന്നപ്പോ സ്വാഭാവികമായും അത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരുന്നില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും 18 വയസ്സിന് താഴെ വിവാഹം കഴിക്കുന്നവരൊന്നല്ല. പക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായി സാമ്പത്തികമായോ കുടുംബപരമായോ മറ്റ് സാമൂഹ്യ ചുറ്റുപാടിനനുസൃതമായിക്കൊണ്ടൊക്കെ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഒരുപക്ഷെ 1 മാസമോ 2 ആഴ്ചയോ 6 മാസമോ ഒക്കെ മുമ്പ് ഒരുപക്ഷെ വിവാഹം കഴിക്കേണ്ട സാമൂഹ്യ സാഹചര്യങ്ങൾ ചില പ്രദേശങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഈ സമുദായമെന്നല്ല ആരും വേട്ടയാടപ്പെടാൻ പാടില്ല. മുസ്ലിം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പ്രത്യേകമായ താൽപര്യമെടുക്കാൻ കാരണം എങ്ങനെയെങ്കിലും 18 വയസ്സിന് താഴെ വിവാഹം കഴിക്കാനുള്ള അത്യാഗ്രഹം കൊണ്ടല്ല. പക്ഷേ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വിവാഹം ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ നിർവഹിക്കാൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്ന മുസ്ലിം വ്യക്തി നിയമമുണ്ട്. ഈ മുസ്ലിം വ്യക്തി നിയമത്തിൽ വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, വഖഫ്, ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള 12ഓളം വിഷയങ്ങളിൽ മുസ്ലിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചല്ല, ഇസ്ലാമിക ശരീഅത്തനുസരിച്ചാണ്. ഇത് ഈ രാജ്യത്തെ ഭരണഘടന മുസ്ലിങ്ങൾക്ക് വകവെച്ചു നൽകുന്ന അവകാശമാണ്. ഇത് 1937 രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടിലൂടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലവിൽ വന്നതും നമ്മുടെ രാജ്യം സ്വന്തമായതിനു ശേഷം അത് വീണ്ടും ഇവിടെ നിലനിർത്തപ്പെട്ടതുമായിട്ടുള്ള നിയമമാണ് മുസ്ലിം വ്യക്തി നിയമം. ഈ മുസ്ലിം വ്യക്തി നിയമത്തിൽ പെടുന്ന വിഷയമാണ് വിവാഹം. വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വ്യക്തി നിയമത്തിൽ പറയുന്നിടത്ത് എവിടെയും വിവാഹത്തിന് പ്രായം നിർണ്ണയിക്കുന്നില്ല. മുസ്ലിം വ്യക്തി നിയമത്തിൽ വിവാഹത്തിന് പ്രായം നിർണ്ണയിക്കാത്തതുകൊണ്ട് തന്നെ മുസ്ലിം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർ ഇന്ന പ്രായത്തിലെ വിവാഹം കഴിക്കാവൂ എന്ന് ഭരണഘടനയ്ക്ക് നിഷ്കർഷിക്കാൻ യാതൊരു ന്യായവുമില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന വകവെച്ച് നൽകുന്ന മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ടാണ്. ആ മുസ്ലിം വ്യക്തി നിയമത്തിൽ വിവാഹം ഉൾപ്പെടുന്നുണ്ട്. ആ മുസ്ലിം വ്യക്തി നിയമത്തിൽ പറയുന്ന വിവാഹത്തിൽ ഒരിക്കലും പ്രായപരിധിയെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് 2006 ശൈശവ വിവാഹ നിരോധന നിയമത്തിന്റെ പരിധി പറഞ്ഞുകൊണ്ട് 18, 21 എന്ന മാനദണ്ഡം മുസ്ലിം സമുദായത്തിന് നേരെ പ്രയോഗിക്കാൻ പാടില്ല. മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിധി നിന്നുകൊണ്ട് ഈ സമുദായത്തിന് നിയമപരമായ പരിരക്ഷ എന്ന് സമസ്ത ജമിയത്തും ആവശ്യപ്പെടുന്നു. ഇത് മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമല്ല. എന്റെ കുടുംബത്തിൽ സദാചാരബോധം നിലനിൽക്കണമെന്ന് ഏത് ജാതി മത വ്യത്യാസമില്ലാത്ത ഏതൊരു മനുഷ്യരും ആഗ്രഹിക്കുന്നുവോ, വ്യഭിചാരം പാപമാണ്, ദാമ്പത്യം പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന, ലൈംഗിക വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഏത് മനുഷ്യനുണ്ടോ ആ മനുഷ്യനൊക്കെ ആഗ്രഹിക്കുന്ന സംഗതിയാണ്. എന്റെ മകൾ പ്രായപൂർത്തിയെത്തി, അവൾക്ക് മാനസിക ശാരീരിക പക്വതയെത്തി, അവൾക്ക് വിചാരങ്ങളും ചിന്തകളുമൊക്കെ വരാൻ സമയമായി. ഇനി അവളെ യോജിച്ചൊരു ഭർത്താവിനെ കണ്ടെത്തി, യോജിച്ചൊരു ചെറുപ്പക്കാരനെ കണ്ടെത്തി അവന് വിവാഹം ചെയ്തു കൊടുത്താൽ ആ കുടുംബത്തിൽ സദാചാരബോധം സംരക്ഷിക്കപ്പെടുമെന്നത് ഒരു രക്ഷിതാവിന്റെ സ്വാഭാവികമായ താല്പര്യമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ലൈംഗിക വിശുദ്ധിയും സദാചാരബോധവും കുടുംബത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. ഇങ്ങനെ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ പറഞ്ഞു, ഈ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പുതിയൊരു നിയമനിർമ്മാണം നടത്തണമെന്നല്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വകവെച്ചു നൽകുന്ന മുസ്ലിം വ്യക്തി നിയമം ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഈ രാജ്യത്ത് 3 സമുദായങ്ങൾക്ക് വ്യക്തി നിയമമുണ്ട്, ഹിന്ദുക്കൾക്ക് വ്യക്തി നിയമമുണ്ട്. ആ ഹിന്ദു വ്യക്തി നിയമത്തിൽ പെടുന്ന വിഷയങ്ങളെല്ലാം തീരുമാനമെടുക്കാൻ ഹിന്ദു മതദർശനങ്ങളും നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് തീരുമാനമെടുക്കാം. ക്രിസ്ത്യാനികൾക്ക് വ്യക്തി നിയമമുണ്ട്. ആ ക്രിസ്ത്യൻ വ്യക്തി നിയമത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളും തീരുമാനമെടുക്കാൻ ക്രിസ്ത്യൻ മതനിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ. അതേപോലെ മുസ്ലിങ്ങൾക്ക് വ്യക്തി നിയമമുണ്ട്. ഈ മുസ്ലിം വ്യക്തി നിയമത്തിൽ വിവാഹം ഉൾപ്പെടുന്നുണ്ട്. ഈ വിവാഹത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ടാണ് എന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ അനുവദിക്കുന്ന സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ രാജ്യത്തിന്റെ മൗലികമായ അവകാശങ്ങളിൽ പറയുന്നു, അതിന്റെ 25ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, ഈ രാജ്യത്തെ ഏത് പൗരനും, ഏത് മുസ്ലിമുമെന്നല്ല, ഏത് ക്രിസ്ത്യാനിയുമെന്നല്ല, ഏത് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടല്ല, ഏത് പൗരനും അവനിഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാം, ആചരിക്കാം, അനുഷ്ഠിക്കാം, പ്രബോധനം ചെയ്യാം, വിശ്വസിക്കാം, അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം. അവന്റെ ആചാരത്തിൽ അനുഷ്ഠാനത്തിൽപ്പെട്ടതാണ് വിവാഹം. അത് ഈ രാജ്യത്തെ ഭരണഘടനാപരമായി മുസ്ലിങ്ങൾക്ക് നൽകുന്ന മൗലികമായ അവകാശമാണ്. മൗലികമായ അവകാശത്തിന്റെ പ്രത്യേകത എന്താണ്? ജുഡീഷ്യറിയിൽ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല.
ഈ രാജ്യത്ത് ഏത് ഭരണകൂടം മാറി മാറി വന്നാലും ജുഡീഷ്യറിയിൽ പോലും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് ഈ രാജ്യത്ത് പൗരന്മാർക്ക് വകവെച്ച് നൽകുന്ന മൗലികമായ അവകാശം. ആ മൗലികമായ അവകാശത്തിലും ഈ രാജ്യത്തെ ഏത് പൗരനും അവരിഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാം, അത് പ്രബോധനം ചെയ്യാം, അത് വിശ്വസിക്കാം, ആചരിക്കാം, അനുഷ്ഠിക്കാം. അവന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പെടുന്നതാണ് വിവാഹം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ അടിസ്ഥാനത്തിലും ഈ രാജ്യത്തെ മൗലികമായ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലും ഈ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 1821 എന്ന് പറയുന്ന 1955 ഹിന്ദു വിവാഹ നിയമത്തിൽ മാത്രം പറയുന്ന ആ ഒരു പ്രായപരിധി മുസ്ലിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതിൽ നിന്ന് ഞങ്ങൾക്ക് നിയമപരിരക്ഷ വേണം എന്നാണ് മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടത്. ഇത് സ്വാഭാവികമായും മുസ്ലിങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല 2006. 2006 രാജ്യത്ത് ആ പാർലമെന്റിൽ ആ നിയമം വരുമ്പോ, പഴയകാലങ്ങളിലൊക്കെ പാർലമെന്റിൽ അങ്ങനെ എന്തെങ്കിലും നിയമങ്ങൾ വരുമ്പോഴൊക്കെ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, മുസ്ലിങ്ങളുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ളതാണെങ്കിൽ ആ നിയമങ്ങളെക്കുറിച്ചും ബില്ലിനെക്കുറിച്ചുമൊക്കെ പഠിക്കാനും അന്വേഷിക്കാനും അന്നൊക്കെ പാർലമെന്റിൽ ആളുകളുണ്ടായിരുന്നു. ആ നിയമത്തിന്റെ വരുംവരായികളെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അത് ഭാവിയിലെങ്കിലും മുസ്ലിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കുമോ എന്നൊക്കെ അന്വേഷിക്കാനും പഠിക്കാനും സമുദായ തൽപരരായിട്ടുള്ള പാർലമെന്റ് മെമ്പർമാർ അക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ 2006 അങ്ങനെ വിവാഹ നിയമം വന്നപ്പോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനും പഠിക്കാനും ആരും പാർലമെന്റിൽ ഉണ്ടായില്ല. 2006 നിയമം പ്രാബല്യത്തിൽ വന്നു. ആ 2006 തന്നെയാണ് സീമ അശ്വനികുമാർ എന്ന് പറയുന്ന ദമ്പതികളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നു. ആ കേസിൽ വിധി പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു, ഈ ശൈശ വിവാഹ നിരോധന നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വിവാഹ രജിസ്ട്രേഷൻ ചട്ടമുണ്ടാവണം. അതത് സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവണം. അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് 18 വയസ്സിന് താഴെയാണോ മേലെയാണോ വിവാഹം നടന്നത് എന്നറിയാൻ കഴിയൂ. പുരുഷൻ വിവാഹിക്കുന്നത് 21 താഴെയാണോ മുകളിലാണോ എന്ന് അറിയാൻ കഴിയണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ വിവാഹം രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 2008 നമ്മുടെ സംസ്ഥാനത്ത് വിവാഹ രജിസ്ട്രേഷൻ ചട്ടം നിലവിൽ വന്നു. അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിച്ചാൽ അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ചുറ്റുപാട് സാധാരണ ഉണ്ടായിരുന്നില്ല. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് ഒന്നുകിൽ പാസ്പോർട്ട് എടുക്കാൻ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് ഏതെങ്കിലും സർക്കാർ രേഖകൾ തെളിയിക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പാസ്പോർട്ട് ഓഫീസിൽ പോലും മഹല്ല് കമ്മിറ്റി നൽകുന്ന ഖാദിയുടെ സാക്ഷ്യപത്രം സ്വീകരിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാസ്പോർട്ട് എടുക്കാൻ പോലും കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ പോലും ഖാദിയുടെ സാക്ഷ്യപത്രം, വിവാഹ സാക്ഷ്യപത്രം ഹാജരാക്കുന്നതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ വിവാഹ രജിസ്ട്രേഷൻ ചട്ടത്തെക്കുറിച്ചോ ശൈശവിവാഹ നിരോധന നിയമത്തെക്കുറിച്ചോ കൂടുതലായി ആശങ്കപ്പെടാനോ അന്വേഷിക്കാനോ മുസ്ലിം സമൂഹം മുന്നോട്ട് വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിവാഹ രജിസ്ട്രേഷൻ ചട്ടം പ്രാബല്യത്തിൽ വരികയും ഇനിമേലുള്ള വിവാഹ രജിസ്ട്രേഷൻ മുഴുവനും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നും ഖാദിയുടെയോ മറ്റു മഹല്ല് സംവിധാനത്തിലൂടെയോ മതസ്ഥാപനങ്ങളുടെയോ വിവാഹ സാക്ഷ്യപത്രം ഇനിമേൽ സർക്കാർ സ്ഥാപനങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന വിവാഹ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ വന്നപ്പോ അപൂർവങ്ങളിൽ അപൂർവമായി 18 വയസ്സിന് താഴെ ഏതെങ്കിലും വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹ രജിസ്ട്രേഷന് വേണ്ടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നുകൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെന്നാൽ ആ വിവാഹ രജിസ്ട്രേഷന് വേണ്ടി ചെല്ലുന്ന ആളുകൾ അതോടുകൂടി നിയമക്കുരുക്കിലാകുന്ന സാഹചര്യം. അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അവർക്ക് പിന്നീട് കോടതിയിൽ നിന്ന് സമൻസ് വരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ പിതാവ് കോടതിയിൽ ഹാജരാവണം, കല്യാണം കഴിച്ച വരൻ കോടതിയിൽ ഹാജരാവണം. അങ്ങനെ കടുത്ത നിയമക്കുരുക്കിലേക്കും പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോ സ്വാഭാവികമായും ഇതെല്ലാം നേരിട്ട് ബന്ധപ്പെടുന്നത് മഹല്ല് ഭാരവാഹികളെയാണ്. ഇതെല്ലാം നേരിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മഹല്ലിലെ ഖാദിമാരെയാണ്. ഇതെല്ലാം ഈ പരാതികളെല്ലാം ബോധിപ്പിക്കപ്പെടുന്ന നമ്മുടെ മഹല്ലുകളിലുള്ള ഖത്തീബുമാരെയും പണ്ഡിതന്മാരെയുമാണ്. സ്വാഭാവികമായും കേരളത്തിൽ ആയിരക്കണക്കിന് മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കീഴിലുള്ള ധാരാളം മഹല്ലുകളിൽ ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ഈ 18 വയസ്സിനുള്ള താഴെയുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ അത് അപൂർവമായി നടക്കുന്ന ഒന്നാണെങ്കിൽ പോലും അത് നടക്കുമ്പോഴേക്ക് ഇവിടെ ചില സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും
ചില കുടുംബശ്രീയുടെ ഉദ്യോഗസ്ഥന്മാരും അംഗനവാടി ടീച്ചർമാരും അതേപോലെ ചില നഴ്സറി ടീച്ചർമാരുമൊക്കെ ചില ആളുകളുടെ ഒത്താശയോടുകൂടി ആ കേസുകൾ റിപ്പോർട്ട് ചെയ്യാനും അതിന്റെ പേരിൽ ഇവരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ രക്ഷിതാക്കളെയും കുടുംബങ്ങളെയും പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ടായി. കല്യാണം നടക്കുന്നു എന്നറിഞ്ഞാൽ തലേ ദിവസം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കല്യാണ വീട്ടിൽ വന്നുകൊണ്ട് പന്തലുകൾ പോലും പൊളിപ്പിച്ച സാഹചര്യം, എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നു എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ പോലും ഉണ്ടായി. ഈ സാഹചര്യം ഉണ്ടായപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിലെ വിവിധ മതസംഘടനകളുമായി ബന്ധപ്പെട്ടു. ഇതെല്ലാ മതസംഘടനകളെയും ബാധിക്കുന്ന വിഷയമാണ്, എല്ലാ മതസമൂഹങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്, സദാചാരബോധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും വിഷയമാണ്. പക്ഷേ ഇത് മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു നിയമപരീക്ഷയ്ക്ക് വേണ്ടി മുസ്ലിം വ്യക്തിനിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരു നിയമപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക എന്ന നിലയിൽ സമസ്ത കേരള ജമിയത്തിന് മുൻകൈയെടുത്തുകൊണ്ട് മുസ്ലിം സംഘടന യോഗം ചേർന്നു. കേരളത്തിലെ 9 മതസംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ ഈ വിഷയം ഗൌരവപരമായി ചർച്ച ചെയ്തു. ആ യോഗത്തിൽ 2 തീരുമാനമെടുത്തത്. ഒരു തീരുമാനം, ഇങ്ങനൊരു നിയമപരമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ നാട്ടിൽ ഇങ്ങനെ വന്നിട്ടുള്ള ഈ സാഹചര്യത്തെക്കുറിച്ച് പഠിക്കാനും അന്വേഷിക്കാനും അതിന് നിയമപരിരക്ഷ തേടാനും ആവശ്യമായിട്ടുള്ള ഒരു ലീഗൽ സംവിധാനത്തെക്കുറിച്ച് തീരുമാനിച്ചു. രണ്ടാമത്തെ തീരുമാനം, ഇങ്ങനൊരു സാഹചര്യമുണ്ട് എന്ന് അതിന് സംഘടനകൾ അവരുടെ താഴെ തട്ടിലൂടെ ബോധവൽക്കരണം നടത്തുക. ഇങ്ങനെ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ബോധവൽക്കരണം നടത്തുക. ഈ 2 തീരുമാനങ്ങൾ എടുത്ത മതസംഘടനകൾ, ഒന്ന് നിയമപരമായ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുക, 2 ബോധവൽക്കരണം നടത്തുക. ഈ 2 തീരുമാനങ്ങൾ എടുത്ത് യോഗം പിരിഞ്ഞു. പിറ്റേ ദിവസം യോഗത്തിന്റെ ഒരു ബ്രീഫിംഗ് എന്ന നിലയിൽ തീരുമാനങ്ങൾ മാധ്യമങ്ങൾ അറിയിച്ചു. മാധ്യമങ്ങൾക്ക് ഈ വിഷയം കിട്ടിയതോടുകൂടി മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ഈ സമുദായത്തെ കോർണർ ചെയ്ത് ആക്രമിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തി. മുസ്ലിം സംഘടനകൾ, മതപണ്ഡിതന്മാർ മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹപ്രായം 16 ആക്കാൻ വേണ്ടി സമരത്തിനിറങ്ങുന്നു എന്ന് തെറ്റായ പ്രചാരണം നടത്തിക്കൊണ്ട് മാധ്യമങ്ങളുടെ വലിയ രൂക്ഷമായ രീതിയിൽ മുസ്ലിം സമൂഹത്തെ പരിഹസിക്കാനും അപഹസിക്കാനും അങ്ങനെ വിമർശിക്കാനും തുടങ്ങി. മാധ്യമങ്ങളിലൂടെ ഇസ്ലാമിക ശരീഅത്തെ വിമർശിക്കാനും ഇസ്ലാമിലെ വിവാഹപ്രായം സംബന്ധിച്ച് തെറ്റായ ചില പ്രചാരണങ്ങൾ നടത്താനും മാധ്യമങ്ങൾ കൂട്ടമായി ശ്രമം നടത്തിയപ്പോ യോഗത്തിൽ പങ്കെടുത്ത പല ആളുകൾക്കും ചെറിയ കാലുമാറ്റങ്ങൾ. ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയാണെന്ന് വിചാരിച്ചു പോയതല്ല. ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കുന്നു വിചാരിച്ചു പോയതല്ല. ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ആളുകളൊക്കെ കയ്യിൽ പോയിട്ടുണ്ട്, പക്ഷേ അവർ വേറെ കുപ്പായിട്ടാ പോയത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ജാതി കളികൾ കളിക്കാൻ തുടങ്ങി. അവിടെ അങ്ങ് കാലുമാറുമ്പോ അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ വരുത്താൻ ശ്രമിക്കുമ്പോ ആ രീതിയിലുള്ള വൃത്തികെട്ട പ്രചാരണം ഇസ്ലാമിക ശരീഅത്തിൽ അനുവദിക്കപ്പെടുന്ന വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ തെറ്റായി ചിത്രീകരിക്കുമ്പോൾ മതസംഘടനകൾക്ക് ഇവിടെ എന്ത് ബാധ്യതയാണുള്ളത്? മതസംഘടനകൾ ഒഴിഞ്ഞുമാറുകയാണ് ചെയ്യേണ്ടത്? മുസ്ലിം സംഘടനകൾ ഞാൻ അറിഞ്ഞില്ലേ എന്ന രീതിയിൽ മൗനം പാലിക്കുകയാണോ വേണ്ടത്? ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് അനുശാസിക്കുന്ന രീതിയിൽ വിവാഹം കഴിക്കാനും അതനുസരിച്ച് സംരക്ഷിക്കാനുമുള്ള മതപരമായ സ്വാതന്ത്ര്യം മുസ്ലിം വ്യക്തി നിയമത്തിലൂടെയും മൌലികമായ അവകാശത്തിലൂടെയും ഭരണഘടന വകവെച്ച് നൽകുന്ന അവകാശം രാജ്യത്തുണ്ടായിരിക്കെ ആ അവകാശത്തെക്കുറിച്ച് സമൂഹത്തിന് മുമ്പിൽ ബോധവൽക്കരിക്കുക എന്നതിനേക്കാൾ അപ്പുറം അതിന്റെ പേരിൽ അപകർഷതാബോധത്തോടുകൂടി മാറി നിൽക്കുന്നതാണ് പല മതസംഘടനകളിലും മുസ്ലിം സംഘടനകളിലും നമ്മൾ കണ്ടത്. ഇങ്ങനെ ഓരോരുത്തർ മാറി നിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആർജവത്തോടുകൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ ബോധവൽക്കരണത്തിന് വേണ്ടി രംഗത്ത് വന്നത്. നമ്മൾ ആലോചിക്കണം, ഇതിന്റെ രഹസ്യം എന്താണ്? ഈ വിവാദമാക്കുന്നവരുടെ പിന്നിലെ താല്പര്യം എന്താണ്? വിവാദമാക്കുന്നവരുടെ പിന്നിലെ താല്പര്യം എന്താണ്? ഈ വിഷയം മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്നുകൊണ്ടാണ്. മുസ്ലിം സംഘടനകൾ ഈ വിഷയം ഉന്നയിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആലോചിച്ചപ്പോ ഇതിനേക്കാൾ വിവാദമാക്കേണ്ട, ഇതേ വിഷയം സംബന്ധിച്ച് ഇതിനേക്കാൾ വിവാദമാക്കേണ്ട ഒട്ടേറെ സാഹചര്യങ്ങൾ ഈ ശൈശവ വിവാഹ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അടുത്തുണ്ടായിട്ടുണ്ട്. ആരും വിവാദമാക്കിയില്ല എന്ന് മാത്രമല്ല, ഒരർത്ഥത്തിൽ പലപ്പോഴും അതിനെ സോർട്ട് ചെയ്യാൻ പോലും ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നു എന്ന് കണ്ടെത്താൻ സാധിക്കും. 2006 ഈ ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നതിന് ശേഷം തന്നെ ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ ഈ വിഷയം എത്രത്തോളം പ്രായോഗികമാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വന്നു. ചർച്ചകൾ വന്നപ്പോൾ സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിന്റെ പ്രായോഗിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു ലോ കമ്മീഷൻ നിയോഗിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു.
ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര നിയമവകുപ്പ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന നിയമജ്ഞനായ ജസ്റ്റിസ് A.R. ലക്ഷ്മണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ലോ കമ്മീഷൻ നിയോഗിച്ചു. ഈ ലോ കമ്മീഷൻ റിപ്പോർട്ട് 2012 ഫെബ്രുവരി 8 പുറത്തു വന്നു. ആ ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞു, ലോ കമ്മീഷൻ പരിശോധിച്ചത് ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലുള്ള വിവാഹത്തെക്കുറിച്ച് മാത്രമല്ല, ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മൊത്തത്തിലുള്ള വിവാഹത്തെക്കുറിച്ച് പഠനം നടത്തിയതിനു ശേഷം ഇന്ത്യയുടെ കേന്ദ്ര നിയമവകുപ്പ് നിയോഗിച്ച ലോ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു, ഇന്ത്യയിൽ ഇന്ന് നിലവിൽ നോക്കുന്ന വിവാഹങ്ങളിൽ 5% വിവാഹവും 18 വയസ്സിന് താഴെയാണ്. ലോ കമ്മീഷൻ റിപ്പോർട്ടാണ്. രണ്ടാമതായി ലോ കമ്മീഷൻ പറഞ്ഞു, ഇന്ത്യയിൽ നേരത്തെ വിവാഹിതരായിട്ടുള്ള 22 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായപരിധിയിലുള്ള സ്ത്രീകൾ ലോ കമ്മീഷൻ പറയുന്നു 60-70% ലോകരാഷ്ട്രങ്ങളിൽ വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നത് 18 വയസ്സിന് താഴെയാണ്. ഈ മൂന്ന് കവികളും മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ കേന്ദ്ര നിയമവകുപ്പ് നിയോഗിച്ച ജസ്റ്റിസ് A.R. ലക്ഷ്മണിയുടെ ലോ കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യുന്നു, 16 വയസ്സ് മുതലുള്ള വിവാഹത്തെ നിയമവിധേയമാക്കണം. ജസ്റ്റിസ് A.R. ലക്ഷ്മണിയുടെ ലോ കമ്മീഷൻ 16 വയസ്സ് മുതലുള്ള പെൺകുട്ടിയുടെ വിവാഹത്തെ നിയമവിധേയമാക്കണമെന്ന ഒരു ലോ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ രാജ്യത്ത് വന്നപ്പോ അതൊരു ചാനലുകാരനും വാർത്തയായില്ല, അതൊരു പത്രത്തിലും വാർത്തയായില്ല, അതാർക്കും ചാനൽ ചർച്ചകൾക്ക് വിഷയമായില്ല. കാരണം എന്താണ്? അത് ജസ്റ്റിസ് A.R. ലക്ഷ്മണിയുടെ നേതൃത്വത്തിലുള്ള ലോ കമ്മീഷൻ റിപ്പോർട്ടാണ്, മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. 2006 ഈ ശൈശവിവാഹ നിരോധന നിയമം വന്നതിന് ശേഷം ഡൽഹി ഹൈക്കോടതിയിൽ ഈ വിഷയം സംബന്ധിച്ച് 7 ഹർജികൾ സമർപ്പിക്കപ്പെട്ടു. 7 ഹർജികളും സമർപ്പിച്ചത് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികൾ ഡൽഹി ഹൈക്കോടതി മുമ്പാകെ പറഞ്ഞു, എനിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ രക്ഷിതാവിന്റെ അനുമതിയോടുകൂടി ഞങ്ങൾ ഈ കണ്ടെത്തിയ ഈ ചെറുപ്പക്കാരനുമായി നിയമവിധേയമായി വിവാഹം കഴിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അനുമതി നൽകണം എന്ന് ഹർജി കൊടുത്തു. 7 ഹർജിയിൽ 6 ഹർജികളും സമർപ്പിക്കപ്പെട്ടത് അമുസ്ലിം പെൺകുട്ടികളായിരുന്നു. 18 വയസ്സിന് താഴെയുള്ള അമുസ്ലിം പെൺകുട്ടികൾ ഈ 6 ഹർജികൾ സമർപ്പിച്ചു. 6 ഹർജികൾക്കും ഡൽഹി ഹൈക്കോടതി പറഞ്ഞു, നിയമവിധേയമായി രക്ഷിതാക്കളുടെ അനുമതിയോടുകൂടി നിങ്ങൾ കണ്ടെത്തിയ വരനുമായി നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. ഡൽഹി ഹൈക്കോടതി 7 പെൺകുട്ടികൾക്കും അനുമതി നൽകി. 7ാമത്തെ ഹർജി സമർപ്പിച്ചത് താഹിറ ബീഗം എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയാണ്. താഹിറ ബീഗം ഡൽഹി ഹൈക്കോടതി മുമ്പാകെ ആവശ്യപ്പെട്ടു, എനിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല, പക്ഷേ ശൈശവിവാഹ നിരോധന നിയമപ്രകാരം എന്നെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സിന് താഴെ വിവാഹം കഴിക്കുന്നത് നിയമവിരുദ്ധമാണല്ലോ. പക്ഷേ നിയമവിധേയമായി എന്റെ രക്ഷിതാക്കളുടെ അനുമതിയോടുകൂടി ആ കാണുന്ന ചെറുപ്പക്കാരനുമായി വിവാഹബന്ധത്തിലേർപ്പെടാൻ നിയമവിധേയമായി എനിക്ക് ബഹുമാനപ്പെട്ട കോടതി അനുമതി നൽകണമെന്ന് ഡൽഹി ഹൈക്കോടതിക്ക് മുമ്പാകെ താഹിറ ബീഗം ഹർജി മുഖേന ആവശ്യപ്പെട്ടു. താഹിറ ബീഗത്തിനും ഡൽഹി ഹൈക്കോടതി അനുമതി കൊടുത്തു. പക്ഷേ താഹിറ ബീഗത്തിന് അനുമതി കൊടുത്തപ്പോൾ ഡൽഹിയിൽ പ്രതിഷേധ കൊടുങ്കാറ്റ്. വനിതാ സംഘടനകൾ സമരത്തിനിറങ്ങി, വനിതാ സംഘടനകൾ രംഗത്തിറങ്ങി. ഇവിടെ കൗമാരക്കാരെ വിവാഹം കഴിക്കാൻ കോടതി അനുമതി കൊടുപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതി താഹിറ ബീഗത്തിന് 18 വയസ്സിന് താഴെ വിവാഹം കഴിക്കാൻ അനുമതി കൊടുത്തതിനെതിരെ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ പ്രതിഷേധ പ്രകടനം ഉണ്ടായി. ഈ പ്രതിഷേധ പ്രകടനങ്ങളെ മുഖവേക്കെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ദേശീയ വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. താഹിറ ബീഗത്തിന് 18 വയസ്സിന് താഴെ വിവാഹം കഴിക്കാനും വേണ്ടി ഡൽഹി ഹൈക്കോടതി അനുമതി കൊടുത്ത ആ വിധിയെ പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു ദേശീയ വനിതാ കമ്മീഷൻ സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് ഓരോ പെൺകുട്ടികളും അവർ ഇത്ര പ്രായത്തിലാണ് വിവാഹം കഴിക്കേണ്ടത് എന്നൊന്നും സുപ്രീം കോടതിക്ക് വിധി പറയാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ആ താഹിറ ബീഗത്തിന് അനുമതി നൽകുന്ന ആ വിധിയെ അംഗീകരിച്ചുകൊണ്ട് റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. അപ്പൊ ഈ 6 ഹർജികളും അനുമതി കൊടുത്ത ഈ സംഭവത്തെ ഒരു വാർത്താ മീഡിയകൾക്കും ചർച്ചയാക്കാൻ കഴിഞ്ഞില്ല. അത് ചാനൽ ചർച്ചകൾ വിഷയമായില്ല. അതിലൊരു പത്രവാർത്ത പോലും വന്നില്ല. കോടതിയിൽ നിന്ന് പുറത്തുവരുന്ന പത്രവാർത്തകൾ എന്ന പേരിലുമുള്ള വാർത്ത പോലും നമ്മളാരും കണ്ടില്ല. ആ വിധിയുടെ പകർപ്പോ അഭിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ അറിയണമെങ്കിൽ ആ വിധി നടന്ന വർഷവും ആ കേസിന്റെ നമ്പറും ഇന്ന് ഡൽഹി ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്യാനല്ലാതെ ഒരു പത്രവാർത്തയും അത് സംബന്ധമായിട്ട് വന്നിട്ടില്ല. അപ്പൊ വിഷയം എന്താണ്?
മുസ്ലിങ്ങളെ വിഷയം ഉന്നയിക്കുമ്പോൾ അത് വലിയ വിഷയമാണ്, അത് പ്രാകൃതമാണ്, അത് അപരിഷ്കൃതമാണ്, അത് ബാല്യവിവാഹമാണ്. പക്ഷേ ഡൽഹി ഹൈക്കോടതി അനുമതി കൊടുത്താൽ അതിവിടുത്തെ മതേതരത്വമാണ്, പരിഷ്കൃതമാണ്, പുരോഗമനപരമാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിലെ കൂട്ടബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട വിധി വന്നത്. ഡൽഹിയിലെ കൂട്ടബലാത്സംഗ കേസ് നമ്മുടെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതാണ്. ആ ചർച്ചകൾക്കൊടുവിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നു. ആ കൂട്ടബലാത്സംഗ കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ ഹാജരാക്കി, കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി. അവിടെ കുറ്റപത്രം കോടതിക്ക് മുമ്പാകെ വായിച്ചു കേൾപ്പിച്ചു. ആ കുറ്റം തെളിയിക്കപ്പെട്ടു. ആ കേസിലെ മുഴുവൻ പ്രതികളും കുറ്റവാളികളാണ് എന്ന് കോടതിക്ക് മുമ്പാകെ തെളിയിക്കപ്പെട്ടു. കോടതിക്ക് മുമ്പാകെ തെളിയിക്കപ്പെട്ടപ്പോ ആ കേസിൽ മറ്റുള്ള കുറ്റവാളികളെ പോലെ കുറ്റം ചെയ്തിരുന്ന ഒരു പ്രതി ഉണ്ടായിരുന്നു. ആ പ്രതിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡൽഹിയിലെ ബലാത്സംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ പ്രതിക്ക് 18 വയസ്സ് തികഞ്ഞിരുന്നില്ല. നമ്മുടെ ബഹുമാന്യനായ മുഹമ്മദ് രാമന്തളി വേദിയിലെത്തിയിട്ടുണ്ട്. ഡൽഹി ബലാത്സംഗ കേസിലെ പ്രതികളെ കോടതി ശിക്ഷിക്കാനൊരുങ്ങുമ്പോൾ ആ കേസിൽപ്പെട്ടുള്ള ഒരു പ്രതിക്ക് ഒരു പ്രത്യേകത, ആ ബലാത്സംഗ കേസ് നടക്കുന്ന അന്ന് ഈ പ്രതിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. ബലാത്സംഗം നടക്കുന്ന സമയത്ത് 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നൊരൊറ്റ കാരണത്താൽ ഈ കൂട്ടബലാത്സംഗ കേസിൽ കോടതി ശിക്ഷ വിധിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവർക്കും കഠിന തടവും ജീവപര്യന്തം ശിക്ഷയുമൊക്കെ വിധിച്ചപ്പോ മറ്റുള്ളവരെ പോലെ തന്നെ കുറ്റം ചെയ്തിട്ടുള്ള ഈ പ്രതിക്ക് ഈ സംഭവം കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് 18 വയസ്സ് തികഞ്ഞില്ല എന്നൊരൊറ്റ കാരണത്താൽ കോടതി ആ പ്രതിയോട് പറഞ്ഞു, നിനക്ക് 18 വയസ്സ് തികഞ്ഞില്ല എന്ന കാരണത്താൽ നിനക്ക് അങ്ങനെ ഒരു കഠിന തടവ് ശിക്ഷ വിധിക്കാൻ നമ്മുടെ നിയമത്തിന് മുമ്പിൽ ന്യായമില്ല. അതുകൊണ്ട് നിനക്കുള്ള ശിക്ഷ ജുവനൈൽ ഹോമിൽ കുട്ടികളുടെ ജയിലിൽ പോയി നിനക്ക് 3 വർഷക്കാലം ഉപദേശം തരാൻ സാധിക്കും. അവരുടെ ശിക്ഷ അതാണ്. 3 കൊല്ലം കുട്ടികളുടെ ജയിലിൽ പോയി കിടക്കുക. അവിടെ എല്ലാ ദിവസവും 2-3 മണിക്കൂർ അവരിങ്ങനെ ഉപദേശം കിട്ടിക്കൊണ്ടിരിക്കും, സദാചാരത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ. ഇങ്ങനെ മറ്റുള്ളവരെ പോലെ കഠിന തടവും ജീവപര്യന്തം ശിക്ഷയും ലഭ്യമാകാമായിരുന്ന ഈ പ്രതിക്ക് കേവലം 3 വർഷത്തെ ഉപദേശം തേടുന്ന ഒരു ശിക്ഷ കുട്ടികളുടെ ജയിലിൽ മാത്രം കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ അവർ 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നൊരൊറ്റ കാരണത്താൽ. ഈ കേസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, ഡൽഹി കൂട്ടബലാത്സംഗ കേസിലെ ഈ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് ഈ രാജ്യത്താണെങ്കിലും പെണ്ണാണെങ്കിലും 16 വയസ്സെത്തിക്കഴിഞ്ഞാൽ അവരെ മുതിർന്ന പൌരന്മാരായി കണക്കാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ 16 വയസ്സായി കഴിഞ്ഞാൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മുതിർന്ന പൌരന്മാരായി കണക്കാക്കണമെന്ന് രാജ്യത്തിന് ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് ബോഡി ആവശ്യപ്പെട്ടപ്പോ ഇതൊരു പത്രത്തിൽ വാർത്തയായില്ലല്ലോ, ഇതൊരു ചാനലിൽ ചർച്ചയായില്ലല്ലോ, ഇത് ബാലന്മാരെ ശിക്ഷിക്കാൻ കൊടും ക്രൂരകൃത്യം ചെയ്യാൻ എന്ന രീതിയിൽ ആരും വിവാദം ഉണ്ടാക്കിയില്ലല്ലോ. കാരണം എന്താണ്? അത് മുസ്ലിങ്ങൾ ഉന്നയിച്ച വിഷയമല്ല, എന്നുകൊണ്ട് തന്നെയാണ് ശൈശവിവാഹങ്ങളെ നിരുത്സാഹപ്പെടുന്നതിനു വേണ്ടി ലോകത്തുള്ള രാഷ്ട്രങ്ങളിൽ നിയമനിർമ്മാണം കൊണ്ടുവരാനും ബോധവൽക്കരണം നടത്താനും വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയത്തിൽ പറഞ്ഞിരുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ശൈശവിവാഹത്തെ നിരുത്സാഹപ്പെടുത്താനും വേണ്ടി നിയമനിർമ്മാണം നടത്തണം, ശക്തമായ ബോധവൽക്കരണം നടത്തണം. ആ പ്രമേയം വോട്ടെടുപ്പ് നടന്നപ്പോ ആ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ രാജ്യം പിന്തുണു. ഇന്ത്യ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. ശൈശവിവാഹം നിരോധിച്ചുകൊണ്ട് 2006 ഒരു നിയമം പാസാക്കപ്പെട്ട ഇന്ത്യ രാജ്യത്ത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഈ നിയമനിർമ്മാണം നടത്താൻ ആവശ്യമായ ഒരു പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ വോട്ടെടുപ്പ് ഇട്ടപ്പോ ആ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇന്ത്യ രാജ്യം ആ പ്രമേയത്തെ അനുകൂലിച്ചില്ല, ആരും വിവാദമാക്കിയില്ലല്ലോ. രാജ്യത്തെ ഗവൺമെന്റ് പോലും ഔദ്യോഗികമായി അതിനെക്കുറിച്ച് വിശദീകരിച്ചത് എന്താണ്? ഇന്ത്യ രാജ്യത്ത് പ്രതിവർഷം 2.4 കോടി ശൈശവിവാഹം നടക്കുന്നു എന്നാണ്. മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മഹാഭൂരിപക്ഷം ശൈശവിവാഹം നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിലല്ല, മറ്റു സമുദായങ്ങളിലാണ്. ഇവിടുത്തെ
ഹൈന്ദവ സമൂഹത്തിലെ ഉന്നത ജാതികളിൽപ്പെട്ട ഒരു വിഭാഗം അക്ഷയ തൃതീയ എന്ന് പറയുന്ന ഒരാചാരം അനുഷ്ഠിക്കുന്നുണ്ട്. അക്ഷയ തൃതീയ എന്ന് പറയുന്ന ആചാരം നടക്കുന്ന സമയത്ത് അതിന്റെ പുണ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൊച്ചുനാളിൽ കൊച്ചുപ്രായത്തിൽ പെൺകുട്ടിയുടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്ത മാതാപിതാക്കൾക്ക് മോക്ഷം ലഭ്യമാകും എന്നാണ്. അപ്പൊ ഒരു പെൺകുട്ടിയെ ഏറ്റവും ചെറിയ പ്രായത്തിൽ 9 or 10 വയസ്സിൽ അക്ഷയ തൃതീയ നാളിൽ വിവാഹം കഴിച്ചു കൊടുത്താൽ അച്ഛനും അമ്മയും സ്വർഗപ്രവേശനം നേടും എന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായം നമ്മുടെ രാജ്യത്തുണ്ട്. അക്ഷയ തൃതീയ ദിവസങ്ങളിൽ ആ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നതിനെ എതിർക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. അതൊരു മതത്തിന്റെ ആചാരമാണ്, അനുഷ്ഠാനമാണ്, നടന്നുകൊള്ളട്ടെ, നമ്മൾ അതിനെ പരിഹസിക്കുന്ന പോലുമില്ല. പക്ഷേ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത്, അതിനൊക്കെ അവകാശങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത്, അത്തരത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന സമൂഹങ്ങളിൽ അത്തരത്തിലുള്ള ആചാരാനുഷ്ഠാന ക്രമങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ആചാരാനുഷ്ഠാനങ്ങളെ തള്ളിപ്പറയാൻ കഴിയാത്തതിന്റെ പേരിൽ ഐക്യരാഷ്ട്രസഭയിൽ പോലും പ്രതിവർഷം 2.4 കോടി ശൈശവിവാഹം ഞങ്ങളുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ശൈശവിവാഹത്തിനെതിരായിട്ടുള്ള അന്താരാഷ്ട്ര പ്രമേയത്തെ അനുകൂലിക്കാൻ കഴിയില്ല എന്ന് പരസ്യമായി പറയാനും ആഹ്വാനം ചെയ്യാനും അതിന്റെ പേരിൽ വോട്ടെടുപ്പ് വിട്ടുനിൽക്കാനും ഒക്കെ ഇന്ത്യ രാജ്യം മുന്നോട്ട് നിൽക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ആ സംവിധാനത്തെയും സമീപനത്തെയും ഇവിടുത്തെ മാധ്യമങ്ങൾ വിമർശിക്കുന്നില്ലല്ലോ, ഇവിടുത്തെ ചാനലുകൾ ചർച്ച വരുന്നില്ലല്ലോ. ഇവിടുത്തെ വിഷയം എന്താന്ന് ചോദിച്ചാൽ, 18 വയസ്സ് പ്രായമാകുന്നതിന്റെ ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ യാദൃച്ഛികമായൊരു നിക്കാഹ് നടന്നാൽ ആ നിക്കാഹ് നടക്കുന്നതിനും വളരെ അനിവാര്യമായ കാരണങ്ങളുണ്ടാവാം. നമുക്കറിയാമല്ലോ, നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിലൊക്കെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ കുടുംബനാഥന്റെയും മാതാപിതാക്കളുടെയും മാനസികമായ പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും. 2-3 പെൺകുട്ടികളാണ്, അവരൊന്ന് വിവാഹം കഴിച്ചയക്കണം. നാട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അതുകൊണ്ട് ഒന്നും എങ്ങുമെത്തുന്നില്ല. അവസാനം കുറെ കടം വാങ്ങി കഷ്ടപ്പെട്ട് ഗൾഫിലേക്ക് യാത്ര തിരിക്കും രക്ഷിതാവ്. അവിടെ പോയി കഷ്ടപ്പെട്ട് 2, 3, 4 വർഷം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ കുറെ പണമുണ്ടാക്കി അത്യാവശ്യം സമ്പാദ്യമായി എത്തിക്കഴിയുമ്പോ ഈ രക്ഷിതാവ് നാട്ടിലേക്ക് വിവരം അറിയിക്കും, ഞാൻ നാട്ടിലേക്ക് വരികയാണ്, നമ്മളെ മോളെ ഒന്ന് കല്യാണം കഴിക്കണം, ഞാൻ കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ, വലിയ സാമ്പത്തിക ചെലവില്ലാത്ത രീതിയിൽ നല്ലൊരു കല്യാണാലോചനയെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി വലിയ ആത്മവിശ്വാസത്തോടുകൂടി രക്ഷിതാവ് നാട്ടിലേക്ക് വിളിച്ചു പറയും. അപ്പോഴേക്കും ഇവിടെ വിവാഹാലോചന തുടങ്ങും. ആ വിവാഹാലോചന നടത്തുമ്പോ ഏകദേശം അതിന്റെ സമയമൊക്കെ കണക്കാക്കി 1 മാസത്തെ 1.5 മാസത്തെ ഒരു ലീവിന് വേണ്ടി തന്റെ അറബിയോട്, തന്റെ ഉടമസ്ഥനോട് കേണപേക്ഷിച്ചുകൊണ്ട് ലീവ് തരപ്പെടുത്തി അദ്ദേഹം നാട്ടിലെത്തി വിവാഹാലോചന നടക്കും. അങ്ങനെ കല്യാണം നിശ്ചയിക്കും. കല്യാണ നിശ്ചയത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോ ഒരുപക്ഷെ ഇതിനൊക്കെ അറിയുന്ന ഏതോ ഒരാൾ പറയും, പെൺകുട്ടിക്ക് എത്ര വയസ്സായി? അപ്പൊ അവൾക്ക് 18 വയസ്സ് തികയാൻ ഒരു 2 ആഴ്ച കൂടിയുണ്ട്. അപ്പൊ നിക്കാഹിന് നിശ്ചയിക്കുന്ന സമയം കണക്കാക്കുമ്പോൾ 2 ആഴ്ച കൂടിയുണ്ട് 18 വയസ്സ് തികയാൻ. അപ്പൊ ആരോ പറയും 18 വയസ്സ് തികയണമെന്നാണല്ലോ പുതിയ കണക്ക്. അപ്പൊ ഈ പിതാവ് പറയും, 18 വയസ്സ് തികയണമെങ്കിൽ എനിക്ക് എന്റെ ലീവ് 15-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നീട്ടണം. പക്ഷേ ആ 15-ാം തീയതിക്ക് ശേഷം ഞാനൊരു റിട്ടേൺ ടിക്കറ്റും എടുത്ത് അവിടെ പോയി കഴിഞ്ഞാൽ എന്റെ വിസ ഉണ്ടാകുമോ, എന്റെ ജോലി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് 1.5 മാസമാണ് ലീവ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആ 15 ദിവസത്തിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും നിക്കാഹ് കഴിക്കണം. ഇതിന്റെ പേരിലാണോ വിവാഹം നടക്കുന്നത്? അങ്ങനെ അനിവാര്യമായിട്ടുള്ള മാനസികമായ പ്രശ്നങ്ങളുടെ പേരിൽ ഒരു പിതാവിന് രോഗം ബാധിച്ചു. പിതാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചു. ഇദ്ദേഹത്തിന് മാരകമായ രോഗമാണെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി RCCയിൽ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തി. ഇദ്ദേഹത്തെ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു, ക്യാൻസർ വല്ലാതെ ശരീരത്തെ കീഴടക്കിയിരിക്കുന്നു, അതുകൊണ്ട് ഇത് ഭേദമാക്കുക എന്ന പ്രയാസമാണ്, പരമാവധി വേദനയില്ലാതെ നമുക്ക് ചികിത്സിക്കാം. അങ്ങനെ അദ്ദേഹത്തെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു. ആ പിതാവ് പറയാം, ഞാൻ ഏതായാലും ഇങ്ങനെ രോഗം ബാധിച്ച് കിടക്കുകയാണ്, എന്റെ ജീവിതം ഏത് ദിവസം വരെ ഉണ്ടാകുമെന്നതിനെ കുറിച്ച് ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് എന്റെ വിവാഹപ്രായം എത്തിയിട്ടുള്ള ആ പെൺകുട്ടിയെ ഒന്ന് വിവാഹം കഴിച്ച് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടക്കാൻ ഒരു പിതാവിന്റെ ആഗ്രഹമാണ്. അപ്പൊ പറയാൻ അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടില്ല, അവൾക്ക് 17 വയസ്സായിട്ടുള്ളൂ. അപ്പൊ എന്താ വേണ്ടത്? ഈ രക്ഷിതാവിനോട് പറയാം, നിങ്ങൾ ക്യാൻസർ രോഗം ബാധിച്ചെന്ന് പറയാൻ പറ്റില്ല, 18 വയസ്സ് തികയാതെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നോ?
ഇങ്ങനെ മാനുഷികമായിട്ടുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആ മാനുഷിക പ്രശ്നങ്ങളെയും സാമ്പത്തികവും കുടുംബപരമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ മാത്രമാണ് 18 വയസ്സിന് താഴെയുള്ള വിവാഹങ്ങൾ എന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് അതിനെ പരിഹസിക്കാനും അതിനെ അപഹസിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ നീക്കങ്ങളെ പരിഹസിക്കാനും പ്രാകൃതീകരിക്കാനും ഒക്കെ ചില ആളുകൾ രംഗത്ത് വന്നു എന്നത് ഖേദകരമാണ്. പല ആളുകളും ചോദിക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുന്നു, പല ആളുകളും ചോദിക്കുകയാണ്, എന്താ അപ്പൊ നിങ്ങൾക്ക് മാത്രം നിയമപരീക്ഷ നടലില്ല? നിങ്ങൾക്ക് മാത്രം നിയമപരീക്ഷ നടലെന്താ? ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക് ബാധകമായിട്ടുള്ള നിയമമല്ലേ, അത് നിങ്ങൾ അനുസരിക്കല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ശരിയായിരിക്കാം, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ നിയമങ്ങളെയും അനുസരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഈ രാജ്യത്തെ വ്യവസ്ഥാപിതമായ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാനാണ് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിയമപരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിക്കാൻ ഈ കോടതിയുടെയും ഈ പോലീസുകാരുടെയും ഒക്കെ കണ്ടുവെട്ടിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു നിക്കാഹ് നടത്താമല്ലോ. ആർക്കാ തടയാൻ കഴിയുക? ഒരു പെൺകുട്ടിക്ക് 18-17 വയസ്സ്. ആ 17 വയസ്സായ പെൺകുട്ടിയെ പരസ്യമായി നിക്കാഹ് ചെയ്യണമെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. ശൈശവ വിവാഹ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരും. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആരുടെയും ശുപാർശയില്ലാതെ നിക്കാഹ് കഴിക്കാൻ മുസ്ലിങ്ങൾക്ക് ഇന്ന് കഴിയുമല്ലോ വേണമെങ്കിൽ. ഈ പെൺകുട്ടിയുടെ പിതാവ്, ആ പെൺകുട്ടിയുടെ പിതാവ്, പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വരൻ, ഇവർക്ക് വിശ്വസ്തരായിട്ടുള്ള 2 സാക്ഷികൾ, ഈ 4 പേരും ഒരു റൂമിൽ കയറി വാതിൽ കുറ്റിയിട്ടിട്ട് നിക്കാഹ് കഴിച്ചാൽ ഏത് പോലീസുകാരനെ പിടികൂടാൻ പറ്റും? ഏത് പോലീസുകാരനെ അന്വേഷിക്കാൻ പറ്റും? ഏത് കോടതിക്ക് പിടികൂടാൻ പറ്റും? പിന്നെ പറയാൻ പറ്റും 17 വയസ്സായ ആ പെൺകുട്ടിയെയും കൊണ്ട് അവർ ബൈക്കിൽ പോയി. ബൈക്കിൽ പോയാൽ പിടികൂടാൻ പറ്റില്ല. പരസ്പര സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ 10 വയസ്സ് മതി. നമ്മുടെ രാജ്യത്തെ നിയമം എത്രത്തോളം അപഹാസ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാട്ടുകാരും കുടുംബക്കാരും അഹല്യമറ്റിക്കാരും കാരണന്മാരൊക്കെ കൂടിയിട്ട് കല്യാണം നടത്തണമെങ്കിൽ 18 വയസ്സാവണം. പക്ഷെ ഒരു അന്യ സ്ത്രീയും പുരുഷനും അവർ മാത്രം ഉദ്ദേശിച്ചാൽ വ്യഭിചരിക്കണമെങ്കിൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ 16 വയസ്സായ മതി. ഇക്കഴിഞ്ഞ ഈ വിവാദം നടക്കുന്ന സമയത്തിൽ ഫേസ്ബുക്കിൽ ഒരു കല്യാണക്കത്തുണ്ടായത് ഏതോ വികൃതി കുട്ടികൾ ഒപ്പിച്ചൊരു കല്യാണക്കത്താണ്. ആ കല്യാണക്കത്തിൽ 18 വയസ്സ് തികയാത്ത തന്റെ മകളുടെ വിവാഹത്തിന് ക്ഷണക്കത്ത് ഒരു രക്ഷിതാവ് തയ്യാറാക്കിയാൽ രക്ഷിതാവ് സ്വാഭാവികമായി കുടുങ്ങിപ്പോകും. അപ്പൊ രക്ഷിതാവ് നിയമപരമായ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കല്യാണക്കത്തുണ്ടാക്കി. രക്ഷിതാവ് ഉണ്ടാക്കിയതല്ല, ഏതോ കുട്ടികൾ വികൃതിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. പക്ഷേ അത് വലിയ സന്ദേശമാണ്. ആ കല്യാണത്തിന്റെ ക്ഷണക്കത്തിൽ പറയാൻ, എന്റെ മകൾ ഇന്നവളും ഇന്നാലിന്ന ആളുടെ മകൻ ഇന്ന വ്യക്തിയും ഇന്ന ദിവസം മുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചതിനാൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാഹ സൽക്കാരത്തിൽ നിങ്ങൾക്ക് കുടുംബസമേതം ക്ഷണിക്കുന്നു. ഒരു പോലീസിനും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു പോലീസിനും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ ഈ രാജ്യത്ത് നിയമവിധേയമായി വിവാഹം കഴിക്കണമെങ്കിൽ 18 വയസ്സാവണം. പക്ഷേ വ്യഭിചരിക്കാൻ 16 വയസ്സാ മതി. പരസ്പര സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ 16 വയസ്സാ മതി. ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു പുതിയ വിധി വന്നു. സ്വവർഗരതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്താൽ ഈ രാജ്യത്ത് അത്തരം കുറ്റകൃത്യങ്ങൾ കോടതിക്ക് മുമ്പാകെ തെളിയിക്കപ്പെട്ടാൽ 10 വർഷം വരെ കഠിന തടവിന് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നപ്പോ ഇന്നലെ രാത്രിയിലെ മാധ്യമ ചർച്ചകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഏതെല്ലാം മാന്യന്മാരാണ് ഈ പ്രകൃതി വിരുദ്ധ ലൈംഗിക വീഴ്ചയ്ക്ക് വേണ്ടിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇന്ന് വാചാലമായിട്ട് സംസാരിക്കുന്നത്. അത്തരം വൃത്തികെട്ട സംസ്കാരത്തിനു വേണ്ടി പലരും വാചാലമാകുന്നു. പലരും അതിനുവേണ്ടി അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു. പലരും ഇന്ന് പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. അന്തസ്സില്ലാത്ത സംസ്കാര ശൂന്യരായ സ്ത്രീകൾ പോലും സ്വവർഗരതിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പരസ്യമായി ഡൽഹിയിലെ തെരുവോരങ്ങളിൽ പ്രകടനം നടത്തുന്നു. ആ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ആ അവകാശബോധത്തെക്കുറിച്ച് വാർത്തകൾ എഴുതാനും അവരുടെ അവകാശത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകുന്നു. പക്ഷെ മാനുഷികമായ പരിഗണനയുടെ പേരിൽ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ അനിവാര്യമായ അപൂർവമായ ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള നിയമപരമായ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അതിനെ പരിഹസിക്കുന്നു, പ്രാകൃതമാണെന്ന് പറയുന്നു. അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കച്ചകെട്ടിയ ഇറങ്ങിയവർ എന്ന് പോലും പറയുന്ന ആളുകൾ പോലും മൗനം പാലിക്കുന്ന ദുഃഖകരമായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഇതൊക്കെ പറയുമ്പോഴും പല ആളുകളും ചോദിക്കുകയാണ്, ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ബാധകമായ ഒരു നിയമമല്ലേ, നിങ്ങൾക്കും കൂടി അത് അംഗീകരിച്ചു കൊടുത്താൽ പോരെ? ശരിയാണ്, ഈ രാജ്യത്തെ മുഴുവൻ നിയമങ്ങളെയും മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വകാര്യമായി ഒരു നിക്കാഹ് കഴിക്കുന്ന തന്ത്രമൊന്നും അറിയാത്തതുകൊണ്ടല്ല, അത് നിയമവിധേയമാകണം എന്നുകൊണ്ടാണ് നിയമപരീക്ഷയ്ക്ക് വേണ്ടി ശ്രമം നടത്തുന്നത്. എന്നാൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമായിട്ടുള്ള പല നിയമങ്ങളും മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിധി വരുന്നതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ഇന്ത്യ രാജ്യത്ത് ബഹുഭാര്യത്വം കുറ്റകരമാണ്, ബഹുഭർത്തൃത്വം കുറ്റകരമാണ്. ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നത് കുറ്റകരമാണ്, ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നതും ഇന്ത്യ രാജ്യത്ത് കുറ്റകരമാണ്. IPC 494 പ്രകാരം 8 വർഷം വരെ കഠിന തടവിന് ശിക്ഷ കൊടുക്കാവുന്ന കുറ്റകൃത്യമാണ് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നത്. പക്ഷെ അള്ളാന്റെ തൗഫീഖോടുകൂടി ഇന്നുവരെ ഏതെങ്കിലും ഒരു മുസ്ലിം പുരുഷൻ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ നിയമ നടപടിക്ക് വിധേയമായിട്ടുണ്ടോ? ബഹുഭാര്യത്വം സ്വീകരിച്ചു 1, 2, 3, 4 ഭാര്യമാരെ ഒരേ സമയം തന്റെ ഭാര്യമാരാക്കി കൊണ്ടു നടക്കുന്നതിന് പേരിൽ ഇന്നുവരെ ഒരു മുസ്ലിം പുരുഷൻ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ നിയമ നടപടിക്ക് വിധേയമായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ IPC 494 പ്രകാരം ഇന്ത്യ രാജ്യത്ത് ബഹുഭാര്യത്വം കുറ്റകരമാണല്ലോ, 8 വർഷം കഠിന തടവ് ലഭ്യമാകുന്ന കുറ്റകൃത്യമാണല്ലോ. പക്ഷേ മുസ്ലിങ്ങൾക്കത് ബാധകമല്ല. മുസ്ലിം വ്യക്തി നിയമത്തിൽ ബഹുഭാര്യത്വം അനുവദനീയമാണ്. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമായ IPC 494 8 വർഷം കഠിന തടവ് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. അത് മുസ്ലിം വ്യക്തി നിയമം നൽകുന്ന നിയമപരീക്ഷയാണ്. ഇതേപോലെയുള്ള നിയമപരീക്ഷ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ കാര്യത്തിൽ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് വിവാഹപ്രയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണം എന്നാണ് മുസ്ലിങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതെന്ന് പറയുമ്പോൾ CPM-കാരാണെങ്കിലും കോൺഗ്രസുകാരാണെങ്കിലും ലീഗുകാരാണെങ്കിലും മറ്റേത് സംഘടനക്കാരാണെങ്കിലും അവർക്കൊക്കെ ഈ അവകാശങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ പറയാൻ വല്ലാത്ത അപകർഷതാബോധം. എന്നാൽ ഈ അപകർഷതാബോധമുള്ള ആളുകൾ തന്നെ ഇന്ത്യയുടെ മെജോറിറ്റി ആക്ടിന്റെ അമെൻഡ്മെന്റ് ബിൽ ചർച്ച 1999 നടന്നപ്പോ പാർലമെന്റിൽ ഇങ്ങനെ ചർച്ച നടന്നപ്പോ കേരളത്തിൽ നിന്ന് 3 MP-മാരാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്ത്യയുടെ മെജോറിറ്റി ആക്ടിന്റെ അമെൻഡ്മെന്റ് ബില്ല് ചർച്ച വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇന്ത്യയിൽ നിന്ന് കേരള സംസ്ഥാന ചർച്ചയിൽ പങ്കെടുത്ത് 3 MP-മാരാണ് പങ്കെടുത്തത്. ഒന്ന് ഇന്നത്തെ KPCC പ്രസിഡന്റും അന്നത്തെ ചിറയൻകീഴ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന രമേശ് ചെന്നിത്തല, മാവേലിക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന രമേശ് ചെന്നിത്തല, CPM-നെ പ്രതിനിധീകരിച്ചിരുന്ന വർക്കല രാധാകൃഷ്ണൻ ചിറയൻകീഴ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് GM ബനാത്വാല സാഹിബ്, ഈ 3 കേരളത്തിൽ നിന്നുള്ള MP-മാരും ഇന്ത്യയുടെ മെജോറിറ്റി ആക്ടിന്റെ അമെൻഡ്മെന്റ് ബിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോ പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 ആക്കുക എന്ന ചർച്ച വന്നപ്പോ ആ 16 വയസ്സാകണം പെൺകുട്ടിയുടെ വിവാഹപ്രായം എന്ന് ബനാത്വാല സാഹിബ് പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ബനാത്വാല സാഹിബ് പാർലമെന്റിൽ ആവശ്യപ്പെട്ടപ്പോ ബനാത്വാല നിർദ്ദേശിച്ച ആ നിർദ്ദേശത്തെ അനുകൂലിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രസംഗിച്ചു. രമേശ് ചെന്നിത്തലയും ബനാത്വാലയും ആവശ്യപ്പെട്ട 16 വയസ്സിനെ അനുകൂലിച്ചുകൊണ്ട് ഈ വർക്കല രാധാകൃഷ്ണൻ എന്ന് പറയുന്ന CPM-ന്റെ പ്രതിയും പാർലമെന്റിൽ പ്രസംഗിച്ചു. നിഷേധിക്കാൻ കഴിയില്ല. ഇന്നും പാർലമെന്റ് രേഖകളിൽ ആ പ്രഭാഷണത്തിന്റെ മുഴുവൻ വാചകങ്ങളും ലഭ്യമാണ്. അപ്പൊ 99-ൽ ഇതൊക്കെ ആവാം. 99-ലൊക്കെ ആവാം. കാരണം എന്താണ്? ഇതൊരു മുസ്ലിം പ്രശ്നമായിട്ടല്ല പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അത് ഇന്ത്യൻ മെജോറിറ്റി ആക്ടുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. എന്നാൽ മുസ്ലിങ്ങൾ അവരുടെ നിയമപരീക്ഷയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, മുസ്ലിം വ്യക്തിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് പ്രാകൃതമാകും, അത് അപരിഷ്കൃതമാകും. ഈ ബുദ്ധി നമുക്ക് തിരിയുന്നില്ല. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും അവകാശ സംരക്ഷണങ്ങളെക്കുറിച്ചും എല്ലാവരും സമുദായത്തോടും രാജ്യത്തെ ജനങ്ങളോടും പറയാനും വിശദീകരിക്കാനും ബാധ്യസ്ഥരാണ്. ഈ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഈ സമുദായത്തോട് എന്തെല്ലാം കാര്യങ്ങളാണ് നീതിപൂർവ്വം ഓരോരുത്തരും ചെയ്തത് എന്ന് അക്കമിട്ടുകൊണ്ട് സമുദായത്തിന് മുമ്പിൽ വിശദീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരായി തീരുമെന്ന് മാന്യമായ ഭാഷയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വിനീതനെ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. വാ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.